ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കുന്നത് ലഞ്ചിൽ കൊണ്ടുപോകാൻ വെണ്ടക്ക ഗ്രേവിയാണ് കേട്ടോ. അത് വെണ്ടക്ക ഇതിലിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തിട്ട് വെണ്ടക്കൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈ ആവട്ടെ. ഉള്ളി അരിയണം. ഉള്ളി എങ്ങനെ അരിയേണ്ടത് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എതിലെതിലായിട്ട് എടുക്കണം കേട്ടോ. ഇതങ്ങനെ എതിലെതിലായിട്ട് എടുക്കണം. അതേമാതിരി ഇതങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതേമാതിരി ഒക്കെ അതേമാതിരി എതിലെതിലായിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഇതൊന്ന് ചതയ്ക്കണം. ഈ വെണ്ടക്ക ഫ്രൈ ആകണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കട്ടോ. വെണ്ടക്ക ഫ്രൈ ആയിട്ടോ. വെണ്ടക്ക വാരിയെടുക്കാം. കുറച്ച് കിഴങ്ങ് ഇട്ടെടുക്കാം. കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കിഴങ്ങ് നല്ല ഫ്രൈ ആയിട്ടോ. ഇത് മാറ്റി കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണയിൽ കടുകും ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടിത്തെറിക്കണ്ട. അതിന് കൂടെ ഇങ്ങനെ എതിലെതിലാക്കി വെച്ച ഓരോന്നോരോന്നാക്കി എതിലാക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ജാസ്തി ഫ്രൈ ആകാനും പാടില്ല കേട്ടോ. ലേശം ഫ്രൈ ആണ്. ഉള്ളി ഫ്രൈ ആയി. അതിന് മേലെ ചതച്ച് വെച്ച ജീരകം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ലത് മിക്സ് ആകട്ടെ. പച്ചമുളക് മാറുന്നവർക്ക് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ജീരകത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും നല്ല പച്ചമുളക്കൊന്ന് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവർക്ക് നല്ല ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിയിട്ടോ. അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ. തക്കാളിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാലേൻ്റെ കൂടെ വെണ്ടക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വറുത്തച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ വറുത്തച്ച കിഴങ്ങും വെണ്ടയ്ക്ക് ഇതിൽ നല്ല വേകട്ടെ. വെണ്ടക്ക ഗ്രേവി റെഡി ആയിട്ടോ. ഇതിൽ നമുക്ക് മാറ്റിയേക്കാം. ദോശ ഉണ്ടാക്കാം.
ദോശ ഉണ്ടാക്കട്ടോ. ദോശ ടിഫിന് റെഡി ആയിട്ട് ഗൈസ്. ടേസ്റ്റ് നോക്കട്ടെ ഗൈസ്. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി. ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കി.